എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സൽമ. നമ്മുടെ ഇന്നത്തെ വിഷയം അമിതവണ്ണത്തിൻ്റെ കാരണത്തെക്കുറിച്ചും അത് നമ്മളിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അതുപോലെ നമുക്ക് ആയുർവേദ മാർഗത്തിലൂടെ ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ചുരുക്കി വിശദീകരിക്കാം. അമിതവണ്ണം എന്നാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരഭാരം അമിതമായിട്ട് വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇത് പലപ്പോഴും സൗന്ദര്യ പ്രശ്നത്തെക്കാൾ ഉപരി നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. നമ്മളിൽ തന്നെ 50% പേരും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റായ ജീവിതശൈലിയാണ്. അതായത് നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുകയും വ്യായാമം തീരെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അമിതവണ്ണം ഉണ്ടാകാൻ കാരണമാകുന്നത്. അതായത് കൂടുതൽ കാലറി അടങ്ങിയ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി എടുത്ത് ബാക്കി കാലറീസ് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരം സംഭരിക്കപ്പെടുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ടുന്ന സമയത്ത് ഈ കൊഴുപ്പിനെ തിരിച്ച് എനർജിയാക്കി മാറ്റപ്പെടുന്നു. എന്നാൽ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് കൊഴുപ്പുകൾ അടങ്ങിയ ആഹാരം ധാരാളം കഴിക്കുകയും ഇതിനെ ബേൺ ചെയ്യുന്നതിനാവശ്യമായ പ്രവൃത്തികൾ, അതായത് വ്യായാമം പോലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാതിരിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുന്നതാണ് അമിതവണ്ണം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടും അമിതവണ്ണം ഉണ്ടാകാറുണ്ട്. പാരമ്പര്യമായി അമിതവണ്ണം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ജനിതകപരമായ കാരണങ്ങളാണ്, പ്രത്യേകിച്ചും പ്രേഡർ വില്ലി സിൻഡ്രോം പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട്, അതായത് ജന്മനാ തന്നെ വിശപ്പ് കൂടുന്ന ഒരവസ്ഥയാണിത്. ഇതിൻ്റെ ഭാഗമായിട്ട് അമിതവണ്ണം കാണാറുണ്ട്. അതുപോലെ മറ്റു ചില അസുഖങ്ങളുടെ ഭാഗമായി, പ്രത്യേകിച്ചും കുഷിംഗ് സിൻഡ്രോം, ഹൈപ്പോതൈറോയിഡിസം, സ്ത്രീകളിൽ ഉണ്ടാകുന്ന PCOD മുതലായ കണ്ടീഷനുകളുടെ ഭാഗമായിട്ട് അമിതവണ്ണം ഉണ്ടാകാറുണ്ട്. അമിതമായ മദ്യപാനവും പുകവലി പെട്ടെന്ന് നിർത്തുന്നതും അമിതവണ്ണത്തിന് കാരണമായി കാണുന്നു. അതുപോലെ ഡിപ്രഷൻ മുതലായ അവസ്ഥകളും ശരിയായ രീതിയിലല്ലാത്ത സ്ലീപ്പിംഗ് പാറ്റേൺസ് കൊണ്ടും പ്രഗ്നൻസി ടൈമിലും നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന അമിതവണ്ണം പലപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ ഒരു പരിധിവരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആൻറ്റി ഡിപ്രസൻസ് പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അമിതവണ്ണം ഉണ്ടാകാറുണ്ട്. അമിതവണ്ണമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും BMI നോക്കിയിട്ടാണ്. അതായത് വെയ്റ്റ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്. ഇത് 30-ൽ കൂടുതലാണെങ്കിൽ അമിതവണ്ണമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് 18-നും 25-നും ഇടയിലാണെങ്കിൽ നോർമലാണെന്നും 25-നും 30-നും ഇടയിലാണെങ്കിൽ ഓവർ വെയ്റ്റ് ആണെന്നും 30-ൽ കൂടുതലാണെങ്കിൽ അമിതവണ്ണം ആണ് എന്നുമാണ് കണക്ക്. ഇങ്ങനെ ഉണ്ടാകുന്ന അമിതവണ്ണം നമ്മളുടെ ആരോഗ്യകരമായ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതായത് ഇത്തരം കൊഴുപ്പുകൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കൊള്ളികളിൽ അടിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഹൃദ്രോഗങ്ങൾക്കും അതുപോലെ ആതെറോസ്ക്ലെറോസിസ് പോലുള്ള അവസ്ഥകൾക്കും കാരണമാകാറുണ്ട്. ബ്രെയിനിലേക്കുള്ള രക്തക്കൊള്ളികൾ അടിയുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് പോലുള്ള അവസ്ഥകളും ഉണ്ടാകുന്നു. ഇതിനോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം, ടൈപ്പ് 2 ഡയബറ്റീസ് മുതലായ അവസ്ഥകൾക്കും ഈ ഒരു അമിതവണ്ണം കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ കൂർക്കം വലി പോലുള്ള പ്രശ്നങ്ങൾക്കും ഹൈപ്പർ കൊളസ്ട്രോളീമിയ പോലുള്ള അവസ്ഥകൾക്കൊക്കെ ഈ അമിതവണ്ണം കാരണമായി മാറുന്നു. ഇൻഫെർട്ടിലിറ്റിക്ക് അഥവാ വന്ധ്യതയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായി അമിതവണ്ണം ഇന്ന് കാണപ്പെടുന്നു. ഇതിൻ്റെ ചികിത്സയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ചികിത്സ എന്നത് ഒരു അഡീഷണൽ ഓപ്ഷൻ മാത്രമാണ്. അതായത് ചിട്ടയായ രീതിയിലുള്ള ഒരു ആഹാരക്രമത്തിലൂടെയും അതുപോലെ തന്നെ വ്യായാമശീലത്തിലൂടെയും നമുക്ക് ഈ അമിതവണ്ണത്തെ നിയന്ത്രിക്കുവാൻ കഴിയും. അതായത് ഇടയ്ക്കിടയ്ക്ക് ആഹാരങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക, അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ജങ്ക് ഫുഡുകൾ ഇവയുടെയൊക്കെ ഉപയോഗം പരമാവധി നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആയുർവേദ ശാസ്ത്രത്തിൽ ഈ ഒരു അവസ്ഥയെ സ്ഥൗല്യം എന്നാണ് പറയുന്നത്. അതായത് മേധോദോഷം അമിതമായി വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശോധനം ചെയ്യുന്നതിനായിട്ട് പഞ്ചകർമാതി ശോധന കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ഉദ്വർത്തനം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. രോഗത്തിൻ്റെയും രോഗിയുടെയും അവസ്ഥയ്ക്കനുസരിച്ച് പലപ്പോഴും ഇൻറ്റേർണലായിട്ട് നമുക്ക് ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടും വരാറുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിത്യവും ത്രിഫലാചൂർണം കഴിക്കുന്നത് അമിതവണ്ണത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ചുക്ക്, മുളക്, തിപ്പലി ഇവയുടെ ചൂർണം അഥവാ പൊടി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ പഞ്ചമൂല കഷായത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നതും ചിറ്റമൃതിൻ്റെ നീര്, നെല്ലിക്ക നീര് ഇവയൊക്കെ തേൻ ചേർത്ത് കഴിക്കുന്നതും അമിതവണ്ണത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ശിലാജിത്ത് അഥവാ കന്മദത്തിൻ്റെ പ്രയോഗവും അമിതവണ്ണത്തിന് ഒരു പരിധിവരെ സഹായകമായി കാണാറുണ്ട്. തൈരിൽ ജീരകപ്പൊടി ചേർത്ത് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതുപോലെ ആഹാരകാര്യങ്ങളിൽ ഉലുവ, ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇവയൊക്കെ പരമാവധി ഉപയോഗിക്കുക.
അതുപോലെ ഭക്ഷണത്തിന് തൊട്ടു മുമ്പ് 1/4 ഗ്ലാസ് വെള്ളം പതിവായി കുടിക്കുന്നത് അമിതഭാരം നിയന്ത്രിക്കുവാൻ വേണ്ടി സഹായിക്കുന്നതാണ്. എന്നാൽ വെള്ളത്തിൻ്റെ അളവ് അധികമാക്കിയാൽ അത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് 1/4 ഗ്ലാസ്സാക്കി മാത്രം ചുരുക്കുക. അതുപോലെ തേൻ ചേർത്ത വെള്ളം പതിവായി കുടിക്കുന്നത് നല്ലതാണ്. ചെറു ചൂടുള്ള വെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നതും അമിതവണ്ണത്തെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ആഹാരകാര്യങ്ങളിൽ പ്രത്യേകിച്ചും മധുരം, പുളി, ഉപ്പ് ഇവയുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുക. മുതിര, ചെറുപയർ, ബാർലി, ഗോതമ്പ് മുതലായവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. പഴങ്ങൾ പ്രത്യേകിച്ചും പഴങ്ങളായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രൂട്ട് ജ്യൂസുകൾ കഴിവതും ഒഴിവാക്കുക. കാരണം ഫ്രൂട്ട് ജ്യൂസുകളാക്കുമ്പോൾ അതിൽ നാരുകളുടെ അംശം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് അമിതവണ്ണത്തിന് കാരണമായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പകലുറക്കം ഒഴിവാക്കിക്കൊണ്ടും വ്യായാമം ചെയ്യുക കൊണ്ടും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിച്ചുകൊണ്ടും നമുക്ക് അമിതവണ്ണത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.